ഈ IT ജോബൊക്കെ വിട്ടിട്ട് വല്ല ഷെഫോ മെക്കാനിക്കൽ പണിക്ക് പോകേണ്ടി വരും. കാരണം ആന്ത്രോപ്പിക് AI കമ്പനി പുതിയൊരു റിപ്പോർട്ട് വിട്ടിട്ടുണ്ട്. അതിൽ AI കൊണ്ട് ഏറ്റവും കൂടുതൽ ജോലി പോകാൻ സാധ്യതയുള്ള ആൾക്കാരുടെ ലിസ്റ്റാണ്. അതിൽ ഏറ്റവും കൂടുതലുള്ളത് ഈ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ആണ്. അതേപോലെ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ഫൈനാൻസ് ബാക്ക്ഗ്രൗണ്ടിലുള്ളവർ. ഇനി ഒരു പ്രശ്നമില്ലാത്തത് ഈ ഫിസിക്കൽ ലേബർ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഷെഫ്, മെക്കാനിക്കൽ അല്ലെങ്കിൽ കൺസ്ട്രക്ഷൻ വർക്ക്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും അധികം AI ആയിട്ട് ഇൻവോൾവ് അല്ല. കാരണം AIക്ക് അതുവരെ എത്താൻ സാധിച്ചിട്ടില്ല ഇതുവരെ. ഇനി ഈ ചാർട്ടൊന്ന് നിങ്ങൾ നോക്കി വെക്കുക. ഇതിൽ റെഡ് കാണിക്കുന്നത് ഇപ്പോൾ കറൻ്റ്ലി എത്രത്തോളം അത് വ്യാപിച്ചു എന്നുള്ളതാണ്. ഇനി ഈ ബ്ലൂ കാണിക്കുന്നത് സ്കോപ്പാണ്, അതായത് ഫ്യൂച്ചറിൽ എത്രത്തോളം അതിന് വളരാൻ പറ്റുന്നുള്ളതാണ്. അതിൽ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, ഫൈനാൻസ് ഒക്കെ നല്ലോണം ഓൾമോസ്റ്റ് ഫുൾ അത് കവർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ, ഫാമിങ്, ഷെഫ്, മെക്കാനിക്കൽ ഈ ജോബ്സ് ഒന്നും അധികം AI ഇൻവോൾവ് ചെയ്തിട്ടില്ല. അധികം പേടിക്കാനൊന്നുമില്ല. നമ്മൾ AI ആയിട്ട് അപ്ഡേറ്റ് ആയി നിൽക്കുകയാണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. പക്ഷെ എന്നാലും നമുക്കൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. സോ എല്ലാവരും ഒന്ന് പ്രിപ്പയർ ആയിട്ടിരിക്കുന്നത് നല്ലതായിരിക്കും.